ഹായ് ഡിയേഴ്സ്, SSLC-യിലെത്തി ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടു എല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നൊരു സ്റ്റേജിലാണല്ലേ ഉള്ളത്. അപ്പോൾ കെമിസ്ട്രിയിലെ പാഠങ്ങളൊക്കെ ഓൾറെഡി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുക? ആദ്യം തന്നെ ഓർഗാനിക് കെമിസ്ട്രിയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിക്കുക? ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെച്ചു, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പാടാണ്, അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SSLC കെമിസ്ട്രി നിങ്ങൾക്ക് ടഫായിട്ട് മാറും. പക്ഷെ അതിന് പകരം തുടക്കം തന്നെ ഈസി ആയിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ളതെല്ലാം വളരെ ഈസി ആയിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ SSLC കെമിസ്ട്രിയെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക? ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതായത് 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പഠിച്ചിരുന്ന ചാപ്റ്റർ ആയിരുന്നു ഓർഗാനിക് കെമിസ്ട്രി. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നോമൻക്ലേച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ ബേസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ 10ലും നിങ്ങൾക്ക് IUPAC നോമൻക്ലേച്ചർ പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കാം. ഇനി ഓർഗാനിക് കെമിസ്ട്രി മാത്രമല്ല, മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആറ്റം മോഡൽസും അങ്ങനെയുള്ള ഓരോ ടോപ്പിക്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് നമ്മൾ എവിടെയാണ് പഠിച്ചത്? നമ്മുടെ 9ാം ക്ലാസ്സിലാണ്. സോ ആ ഒരു ബേസ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് വെറുതെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു പോകാതെ എന്താണ് ഓരോ കണ്ടന്റിലും കൃത്യമായി പറയുന്നതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്രയും നാൾ നമ്മുടെ കയ്യിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇനി അങ്ങോട്ട് നമ്മുടെ കയ്യിൽ PYQs ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ലെറ്റേഴ്സസിലും നമ്മുടെ തുടർ പ്രവർത്തനങ്ങളിലും ഒക്കെയുള്ള എല്ലാ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി അധികം ചോദ്യങ്ങൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കെമിസ്ട്രിയുടെ ഒരു ബേസ് വേണമെങ്കിൽ എങ്ങോട്ടാണ് പോവുക? അവിടെയാണ് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ അസ്ട്രാ ബാച്ച് ഉള്ളത്. ഓൾറെഡി ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ അസ്ട്രാ ബാച്ചിൻ്റെ ഭാഗമായി കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ടായിരിക്കുകയാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ അസ്ട്രാ ബാച്ചിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബ്രിഡ്ജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ എന്തിനാണ് എപ്പോഴും ഒരു ബ്രിഡ്ജ് യൂസ് ചെയ്യാറുള്ളത്? ഒരു കരയിൽ നിന്നും മറ്റൊരു കരയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. അതേപോലെ തന്നെ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് കയറി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസ്ട്രാ ബാച്ചിൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ 9ാം ക്ലാസ്സിൽ 8ലും പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ബ്രിഡ്ജ് കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അസ്ട്രാ ബാച്ചിൽ മാത്രമാണ് കേട്ടോ. ഇനി അതിനുശേഷം ഓരോ ടോപ്പിക്കുകളും നമ്മൾ കണ്ടന്റ് വൈസ് ആയിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ഓരോ ക്ലാസ് റിലേറ്റഡ് ആയിട്ടും പരമാവധി ചോദ്യങ്ങൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ എന്താ, ബേസിക്സ് ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസ്ട്രാ ബാച്ച് ഇവിടെ റെഡിയല്ലേ. അപ്പോൾ അസ്ട്രാ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനും ഒക്കെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെ കാത്ത് കെമിസ്ട്രി നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.